തദ്ദേശ തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. ആദ്യഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ പരസ്യപ്രചാരണത്തിന് കൊട്ടിക്കലാശം. നാളെ നിശബ്ദ പ്രചരണം. ആത്മവിശ്വാസത്തോടെ സ്ഥാനാർത്ഥികൾ. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി പ്രചാരണം സജീവമാക്കി മുന്നണികൾ. ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. AKG സെന്ററിൽ നടന്ന കൂടിക്കാഴ്ച അവർ ആവശ്യപ്പെട്ട പ്രകാരം. അവരെ മുഖത്തു നോക്കി വർഗീയവാദികളെന്ന് താൻ വിളിച്ചുവെന്നും വിശദീകരണം. 600 വാഗ്ദാനങ്ങളിൽ 580 LDF നടപ്പിലാക്കിയെന്ന് മുഖ്യമന്ത്രി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേന്ദ്രം മുഖം തിരിച്ചുവെന്നും പിണറായി വിജയൻ. കേരളം കാത്തിരിക്കുന്ന വിധി. നടിയെ ആക്രമിച്ച കേസിൽ വിധി നാളെ. പൾസർ സുനി, നടൻ ദിലീപ് എന്നിവർ ഉൾപ്പെടെ 10 പ്രതികളും കോടതിയിൽ ഹാജരാകും. വിധി പറയുന്നത് 8 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി രമേശ് ചെന്നിത്തല. പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധം. 500 കോടി രൂപയുടെ ഇടപാട് നടന്നുവെന്നും ചെന്നിത്തല. ചില വ്യവസായികൾക്കും പങ്ക്. SITക്ക് കത്ത് നൽകി. ഇടപാട് നേരിട്ടറിയാവുന്ന വ്യക്തിയെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നും ചെന്നിത്തല. അന്വേഷണ സംഘം ബുധനാഴ്ച ചെന്നിത്തലയുടെ മൊഴിയെടുക്കും. യാത്രാ പ്രതിസന്ധിയിൽ ഇൻഡിഗോയ്ക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. വ്യോമയാന നിയമങ്ങളിൽ വീഴ്ച വരുത്തിയതിന് ഇൻഡിഗോ CEOയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി പാർലമെന്ററി സമിതി. പ്രതിസന്ധി 3 ദിവസത്തിനകം അവസാനിക്കുമെന്ന് ഇൻഡിഗോ. ഇതുവരെ യാത്രക്കാർക്ക് 610 കോടി രൂപയുടെ റീഫണ്ട് അനുവദിച്ചു. സർവീസുകളുടെ എണ്ണം കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടിയെന്നും കമ്പനി.